ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട്. വർക്കല വെച്ചാണ് എക്സാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. രാവിലെ ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. ഞങ്ങളങ്ങനെ പോയിട്ട് മുതലപ്പുഴി ഹാർബറിൻ്റെ അവിടെ എത്തിയപ്പോഴേ ഒരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ, പാലത്തിൻ്റെ അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. അങ്ങനെ മുതലപ്പുഴി ഹാർബറിലൊന്ന് കയറി. അവിടെ ഹസ്ബൻഡിന് പരിചയമുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. അവരെ ഒന്ന് കാണാമെന്നും പറഞ്ഞാണ് കയറിയത്. ചേട്ടനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ബോട്ടിൽ വന്നിട്ട് മീനുകൾ, ചെറിയ മീനുകളാണ് കേട്ടോ, അതെല്ലാം കൊണ്ടുവന്ന് അടുക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നേ. ഈ ബോക്സിലടിക്കിയ മീനിലൊക്കെ ഐസൊക്കെ ഇട്ടിട്ട് അതൊക്കെ വലിയ വണ്ടികൾ വന്ന് നിന്നിട്ട് അതിൽ കയറ്റി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്. വലിയ മീനുകളും വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. കുറച്ചപ്പുറത്ത് മാറി ഈ ആൾ കൂടി നിൽക്കുന്നിടത്ത് ലേലം വിളിയാണ് നടക്കുന്നത് കേട്ടോ. അവിടെ വലിയ മീനുകളും ചെറിയ മീനുകളൊക്കെ ലേലം വിളി നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഈ കാണുന്നുണ്ടോ വലിയ ചുമന്ന മീൻ, അത് ചെമ്പല്ലിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് ഐസിട്ട് ഞങ്ങൾ വണ്ടിയിൽ വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഞ്ച് തെങ്ങ് കോട്ട എന്ന് പറഞ്ഞ കോട്ട കാണുന്നത്. നമുക്ക് എക്സാം ഉച്ചയ്ക്കായതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയൊന്നും ചെയ്തില്ല കേട്ടോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് കേട്ടോ അഞ്ച് തെങ്ങ് കോട്ട എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കാണുന്നത് ലൈറ്റ് ഹൗസാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി ലൈറ്റ് ഹൗസൊക്കെ കണ്ട് അതിന് ശേഷം കടലിന് ഞങ്ങൾ തീരദേശം വഴിയാണ് പോകുന്നത്. അതാണ് സൈഡിൽ കണ്ടോ കടൽ കാണുന്നത്. വർക്കല വരെ പോയതല്ലേ, വർക്കല ബീച്ചിൽ പോവാതിരിക്കുന്നത് എങ്ങനെയാ എന്ന് വിചാരിച്ച് ഞങ്ങൾ വർക്കല ബീച്ച് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞാനിതുവരെ. അങ്ങനെ വർക്കല ബീച്ച് കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ ചെന്ന് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ കടൽ കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വർക്കല എത്തിയതിന് ശേഷം വണ്ടി ഒതുക്കിയിട്ടേ. കാരണം എനിക്ക് എക്സാം തുടങ്ങാൻ സമയമായി. ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ, അത് കഴിച്ച്. അവിടെ അടുത്ത് നെല്ലിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കണ്ടപ്പോൾ അതും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ സൈഡിലുള്ള ക്ലിഫിലൂടെ ഞങ്ങൾ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണുകയൊക്കെ ചെയ്ത്. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. എല്ലാവർക്കും ചായയൊക്കെ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് യാത്ര തിരിച്ച്. അങ്ങനെ രാത്രിയായി ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ. നല്ല വിശപ്പായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ ഇനി രാത്രി വന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് വയ്യായിരുന്നു, അതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ മന്തി മാൻസിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് കയറിയത്. അങ്ങനെ രാത്രിയിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുപോയതുകൊണ്ട് എല്ലാവർക്കും ഒരു മുഷിച്ചിലുണ്ടായിരുന്നു. എന്തിനമ്മ പൊതിച്ചോറ് എടുത്തതെന്ന് ചോദിച്ചു മോനൊക്കെ കുറച്ച് പറയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രാത്രി മന്തി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രാത്രി മന്തിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് അങ്ങനെ മന്തിയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ, മത്തിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. നല്ല മുട്ടയുള്ള മത്തിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ മീനും കുറച്ച് ചെറിയ മീനുണ്ടായിരുന്നു കേട്ടോ. കൊഴിയാള എന്ന് പറയുന്ന മീനാണേ. അങ്ങനെ ആ മീനും അതുപോലെ മത്തിയും എല്ലാം ഞങ്ങൾ ഐസിട്ട് കൊണ്ടുവന്ന് ചീത്തയാവൊന്നും ചെയ്തില്ല കേട്ടോ. നല്ല നിറച്ച് ഐസൊക്കെ ഇട്ടിട്ട് ആണ് കൊണ്ടുവന്നത്. ഒരു ബക്കറ്റൊക്കെ മേടിച്ച് അതിൽ അങ്ങനെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി അങ്ങനെ ഞങ്ങൾ കറി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തിന് നന്നായിരിക്കുമല്ലോ, നല്ല എരിവും പുളിയൊക്കെ പിടിക്കുമല്ലോ എന്നും പറഞ്ഞു. പിന്നെ മത്തിക്കൊക്കെ നല്ല മുട്ട ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ച് കേട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം. കണ്ടാൽ ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടാനും മറക്കല്ലേ. മീൻമുട്ടയൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ വേഗം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു കേട്ടോ. ഏകദേശം നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി ഒതുക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അങ്ങനെ വേഗം മീൻ കറി വയ്ക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്.
കുടംപുളി ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ച് മീൻ കൂടുതൽ കിട്ടിയതുകൊണ്ട് കുറച്ച് കൂടുതൽ കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് വലിയ ചട്ടിയൊക്കെ വെച്ചിട്ട് കറി വെക്കുന്നത്. അങ്ങനെ കറിയൊക്കെ വെക്കേണ്ട എല്ലാ എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റി പൊടികളെല്ലാം ചേർത്ത് അങ്ങനെ കറിയൊക്കെ വെച്ച്. അപ്പോൾ ചെറിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ വേറെ, ആ മീൻ ഞാൻ ഒരടുപ്പിൽ കുറച്ച് മുളകും മല്ലിയും എല്ലാം ചേർത്ത് നല്ല പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയ മീൻ പറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തെ കറിയൊക്കെ തിളച്ച് ഏകദേശം നല്ല വെന്ത് അതൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ടേ. അങ്ങനെ എണ്ണ തെളിഞ്ഞതിന് ശേഷം ഞാനത് ഇറക്കി മാറ്റി വെച്ചു. പിന്നെ ഈ കുടംപുളി ഇട്ടിട്ട് കറി വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം കേട്ടോ. പിന്നെ ബാക്കിയിരുന്ന കുറച്ച് മീനെടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. അതിനുശേഷം ബാക്കിയുള്ള മീൻ നല്ല മസാല പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് 2-3 ദിവസം ഫ്രൈ ചെയ്യാനെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ പൊടികൾ, മസാലപ്പൊടി, പ്രത്യേകിച്ച് സ്പെഷ്യൽ മസാലയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒരു കാസറോളിൽ വെച്ച് എല്ലാം എടുത്ത് വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒതുക്കി കുളിച്ചിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് മീൻ കൊണ്ടു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ കൊണ്ടു കൊടുത്ത് വന്ന് അപ്പോഴാണ് ഫോണിൽ ഇങ്ങനെ KFCയിൽ ഓഫറിനെ കുറിച്ച് കണ്ട്. അപ്പോൾ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഈവനിങ് സമയത്ത് KFC കഴിക്കാൻ വേണ്ടി പോയി. തിരുവനന്തപുരം കമലേശ്വരത്തുള്ള KFCയിലാണ് കേട്ടോ പോയത്. അവിടെ നല്ല തിരക്കായിരുന്നു, ഒരുപാട് സമയം മഴയും ഉണ്ടായിരുന്നു, ഒരുപാട് സമയം നിന്നിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് ശേഷം ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്യുകയൊക്കെ ചെയ്തേ. എൻ്റെ മോന് കുറേ ആയിട്ട് പറയുന്നു KFC കഴിക്കണമെന്ന്. അങ്ങനെ അവന് കൊടുത്ത് അവൻ കഴിക്കുന്നതാണ് കണ്ടോ. അവന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നല്ല ആക്ഷനൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും കഴിച്ച് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ KFC കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു മൂവിക്ക് പോയാലോ എന്നിങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ മൂവി എവിടെയാണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ബ്ലാസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ KFC ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോയി. നല്ല മൂവിയായിരുന്നു കേട്ടോ. ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് തിരിച്ച്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.